ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു മീൻകറിയുടെ റെസിപ്പിയാണ്. അതിന് ഞാനിവിടെ കേരമീൻ കുറച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു 2-3 തക്കാളി നടുവേ ഇതുപോലെ രണ്ടായിട്ട് കീറി നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം. കണ്ടോ, തക്കാളി ഇതുപോലെ രണ്ട് സൈഡും നമുക്ക് ഒരേപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം. ഇവിടെ ഞാനൊരു 2-3 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ തക്കാളിയൊക്കെ ഏകദേശം രണ്ട് സൈഡും ഒരുപോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതിയായിരിക്കും. ഇത് നമുക്കിനിയും വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്കിത് ഇതുപോലെ ഒന്ന് കോരി മാറ്റി വെക്കണം. നമ്മുടെ തക്കാളിയുടെ തൊലിയൊക്കെ നമുക്കിതൊന്ന് ആറി വരുമ്പോഴത്തേക്കും തൊലിയൊക്കെ ഇതുപോലെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. കണ്ടോ, ഇപ്പം ഞാൻ എല്ലാത്തിൻ്റെയും തൊലി ഇതുപോലെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ തക്കാളി വാട്ടിയ അതേ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് ഒരു 10 കുഞ്ഞുള്ളി അരിഞ്ഞത്, ഇവിടെ ഞാനൊരു 10 കുഞ്ഞുള്ളി 2-3 കഷ്ണമായിട്ട് അരിഞ്ഞതാണിത്. ഒരു പൊടിക്ക് സവാള കുഞ്ഞതായിട്ട് അരിഞ്ഞത്, ഇത്രയും കൂടി ചേർത്ത് നമുക്കൊന്ന് വഴറ്റണം. ഞാനിവിടെ കേരമീനാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിത് ഏത് കഷ്ണമുള്ള ഏത് മീനും നമുക്ക് ഇതേ രീതിയിൽ വെച്ച് നോക്കാം. നെയ്മീനൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും. ഇപ്പോൾ ഇതാ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് പൊടിയായിട്ട് അരിഞ്ഞത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് വഴറ്റി വരണം. ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ട് ഞാൻ ഒരെണ്ണവേ ചേർത്തിട്ടുള്ളൂ. നന്നായിട്ടൊന്ന് വാടി വരണം, എന്നാൽ ഒരുപാടങ്ങ് വഴറ്റണമെന്നില്ല. ഇപ്പോൾ ഏകദേശം ഇത്രയും മതിയായിരിക്കും. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂണോളം നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കാം. ഇത്രയും മതിയായിരിക്കും. ഇനി നമ്മൾ നേരത്തെ നമ്മുടെ തൊലിയൊക്കെ കളഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയില്ലേ, അത് നമുക്കിതിലേക്ക് മൊത്തം ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. കുറച്ച് വെള്ളവും കൂടി നമുക്ക് പാകത്തിന് ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കേരമീൻ ഓരോ കഷ്ണങ്ങളായിട്ട് നമുക്ക് ഇതുപോലൊന്ന് നിരപ്പിന് ഇട്ട് കൊടുക്കണം. നമ്മൾ മീൻ തേങ്ങ അരച്ചും വെക്കും, മുളക് കറിയായിട്ടും വെക്കും. ഇത് നമുക്ക് മുളക് കറിയാണോ എന്നാൽ തേങ്ങയുണ്ട്, അങ്ങനൊരു ആയിട്ട് നമുക്ക് പറയാം. കണ്ടോ, നമ്മുടെ കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ ലാസ്റ്റ് 1 കപ്പ് തേങ്ങ അരച്ചതും കുറച്ച് വെള്ളവും കൂടി ആ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരുപാട് നേരം തവി ഇട്ടൊന്നും ഇളക്കരുത്, ഇതുപോലൊന്ന് ചുറ്റിച്ചു കൊടുക്കുകയോ ചെയ്യാവൂ. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് സിമ്മിലിട്ട് നന്നായിട്ട് ഇതൊന്ന് വെന്ത് വരണം. അപ്പോഴത്തേക്ക് നമുക്ക് ഇപ്പുറത്തേക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ ഉലുവ ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇവിടെ ഞാൻ വെളിച്ചെണ്ണ നമ്മൾ നേരത്തെ തന്നെ തക്കാളി മൂപ്പിച്ചെടുത്തതിൽ നിന്ന് കുറച്ച് മാറ്റിയിട്ടുണ്ട്. ഉലുവ ഒക്കെ പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കുഞ്ഞുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം. കുഞ്ഞുള്ളിയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വരണം. ഒരു നുള്ള് മുളക് പൊടിയും കൂടി ചേർത്ത് നമുക്കിത് നമ്മുടെ മീൻകറിയിലേക്ക് താളിച്ച് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, നമ്മുടെ മീൻകറിയൊക്കെ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്രയും മതിയായിരിക്കും. അപ്പം നിങ്ങൾ എന്താണെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ കഷ്ണമുള്ള വലിയ മീനൊക്കെ കിട്ടുമ്പോൾ ഇതേ രീതിയിലൊന്ന് വെച്ച് കഴിച്ചു നോക്കുക. നമ്മുടെ സാധാരണ മീൻകറിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള എന്താണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു രുചിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോയും എൻ്റെ ചാനലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.